കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം മുടങ്ങി. ആകെയുള്ള 2 ഡോക്ടേഴ്സിൽ ഒരാൾ സ്ഥലം മാറിപ്പോയതും മറ്റൊരാൾ അവധിയെടുത്തതുമാണ് പോസ്റ്റ്മോർട്ടം മുടങ്ങാൻ കാരണം. 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടത്തിന് സൗകര്യമുള്ള ആശുപത്രിയിൽ തുടർച്ചയായി പ്രതിസന്ധി ഉണ്ടാവുന്നതിനെതിരെ പ്രതിഷേധമുയരുകയാണ്. ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നെന്ന് അവകാശപ്പെടുമ്പോഴും കാസർഗോഡ് ജില്ലയിലെ ആശുപത്രികളുടെ അവസ്ഥ ഇപ്പോഴും കഷ്ടമാണ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതാണ് പ്രധാന പ്രശ്നം. 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഡോക്ടർ അവധിയായതിനാൽ ഇന്ന് പോസ്റ്റ്മോർട്ടം മുടങ്ങി. മൃതദേഹങ്ങൾ കെട്ടിക്കിടന്നു. ഇന്നലെ രാത്രി ഹൃദയാഘാതം മൂലം മരിച്ച മൂളിയാർ സ്വദേശി അച്യുതൻ്റെ മൃതദേഹം ഇന്ന് രാവിലെയാണ് ജനറൽ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചത്. ഉച്ചവരെ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ഉച്ചയ്ക്ക് ശേഷം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ബന്ധുക്കൾക്ക് നിർദ്ദേശം നൽകി. ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് ആശുപത്രിയിൽ ഫോറൻസിക് സർജനില്ലെന്നും പകരം അനസ്തേഷ്യ സർജനാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തുന്നതെന്നും മനസ്സിലായത്. ഇതോടെ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് പറയുന്ന ഒരു ഇൻഫർമേഷൻ, ആ ബോഡി എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതിൻ്റെ കാരണം ഞങ്ങൾക്ക് കാണുന്നില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത് ഇവിടെ സർജനില്ല. ഈ ഓപ്പറേഷൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അനസ്തേഷ്യയുടെ ഡോക്ടറാണ്. ആ ഡോക്ടർ ഫ്രഷാണ്, അവർക്കിത് ചെയ്യാൻ അറിയില്ല. ഒരു കാരണവുമില്ലാതെ ഈ ബോഡി വെച്ചിട്ട് കുടുംബക്കാർ മുഴുവനും അവിടെ കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ പാവങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. പൈവളികയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികൻ്റെ മൃതദേഹം 1 മണിക്കൂറിലധികമാണ് ആംബുലൻസിൽ വെയിലത്ത് കിടത്തിയത്. ഫ്രീസർ സൗകര്യമുണ്ടായിട്ടും മൃതദേഹം ഫ്രീസറിലേക്ക് മാറ്റാൻ പോലും അധികൃതർ തയ്യാറായില്ല. തികഞ്ഞ അനാസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 24 മണിക്കൂർ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഉത്തരവുണ്ട്. പക്ഷേ 24 മണിക്കൂർ പോയിട്ട് പകൽ 12 മണിക്ക് പോലും പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സാഹചര്യം ഇല്ലാത്ത സ്ഥിതിയാണെന്നുള്ളത്. ഇതിന് ഇടപെടാൻ ഇവിടുത്തെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ സർക്കാരോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള സംഭവം. സംസ്ഥാനത്ത് 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള ഏക ആശുപത്രിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രി. 2 ആഴ്ചക്കിടെ 2 തവണയാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം മുടങ്ങിയത്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. 5 ഡോക്ടർമാർ വേണ്ടിടത്ത് 2 പേർ മാത്രമാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇതിലൊരാൾ സ്ഥലം മാറ്റം വാങ്ങിപ്പോയതോടെ രാത്രിയിലുള്ള പോസ്റ്റ്മോർട്ടം സൗകര്യങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട്. പുതിയ ഡോക്ടർമാരെ ഉടൻ നിയമിക്കുമെന്നും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുമാണ് ആരോഗ്യവകുപ്പ് 2 ആഴ്ച മുമ്പ് വിശദീകരിച്ചത്. പക്ഷേ ദിവസങ്ങൾ പിന്നിടുമ്പോഴും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വന്നിട്ടില്ല. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ.